അസ്സലാമു അലൈക്കും. നമുക്കിന്ന് നല്ലൊരു പഴത്തിൻ്റെ കേക്ക് ഉണ്ടാക്കാം. ഉള്ളിലൊക്കെ നല്ല ഫില്ലിംഗ് ആയിട്ടുള്ള പഴം വെച്ചിട്ട് ഫില്ല് ചെയ്യുന്ന ഒരു നല്ല അടിപൊളി കേക്കാണ്. കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. കേക്കിൻ്റെ ബാറ്റർ ഉണ്ടാക്കാനായിട്ട് നമുക്കിപ്പോൾ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ആ ജാറിലേക്ക് 2 മുട്ട പൊട്ടിച്ച് വയ്ക്കാം. ഞാനിപ്പോൾ 2 മുട്ടയാണ് എടുക്കുന്നുള്ളൂ. അതിനുള്ള അളവാണ് എല്ലാതും ഞാൻ പറയുന്നത്. മുട്ടയൊക്കെ കൂടുതൽ എടുക്കുന്നതിനനുസരിച്ചിട്ട് നമുക്ക് കൂടുതൽ സാധനങ്ങൾ എടുക്കേണ്ടി വരും. ഇപ്പോൾ 2 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ്. അത് 2 ടേബിൾ സ്പൂൺ ഒഴിക്കുന്നുണ്ട്. വേറെ വെളിച്ചെണ്ണ അങ്ങനെയൊന്നും ചേർക്കരുത്, ചുവ വ്യത്യാസം വരും. ഇനിയിപ്പോൾ മൈദയാണ് വേണ്ടത്. ഒരു ഗ്ലാസ്, ഏതെങ്കിലും ഒരു ഗ്ലാസ്സിന് 1.25 ഗ്ലാസ് മൈദ എടുത്തിട്ടുണ്ട്. ഒരു ഗ്ലാസ് നിറച്ചും പിന്നെ ഒരു 2 ടേബിൾ സ്പൂണും കൂടി എടുക്കുക. അപ്പോൾ 1.25 ഗ്ലാസ്. പിന്നെ അതേ ഗ്ലാസ്സിന് തന്നെ പാലും എടുക്കുക, ഒരു ഗ്ലാസ് ഫുള്ളും. പിന്നെ 2 പിഞ്ച് ഉപ്പ് അതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചിട്ട് വരാം. ഇപ്പോൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി അതിലേക്കുള്ള ഫില്ലിങ് നമുക്ക് റെഡിയാക്കാം. നമുക്ക് ഫില്ലിങ്ങിനായിട്ട് നല്ല പഴുത്ത പഴമാണ് എടുത്തിട്ടുള്ളത്. ഒന്ന് ചെറുതാക്കി മുറിച്ചിട്ട് തേങ്ങ 4 ടേബിൾ സ്പൂണ്, പഞ്ചസാര 4 ടേബിൾ സ്പൂണ്, പിന്നെ ഉണക്കമുന്തിരിയും കശുവണ്ടിയും അതും കൂടി എടുക്കുക. അത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കുക. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നെയ്യിലൊന്ന് മൂപ്പിക്കണം. ഞാനിപ്പോൾ ഒരു ചെറിയൊരു ചട്ടി വെച്ച് അതിലൊരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിക്കാം. ഇനി ആദ്യം പഴം നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം, ഇങ്ങനെ വാട്ടിയെടുക്കാം. പഴത്തിൻ്റെ കൂടെ ഇതെല്ലതും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ മുന്തിരിയൊക്കെ ചിലപ്പോൾ കരിഞ്ഞു പോകും, അതുകൊണ്ടാണ്. അപ്പോൾ പഴം ജസ്റ്റ് ഒന്ന് മൂത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് എല്ലാ കൂട്ടും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. മുന്തിരിയും അതേപോലെ കശുവണ്ടിയും തേങ്ങയും പഞ്ചസാരയും ഒക്കെ ഇട്ട് കൊടുക്കാം. എല്ലാതും കൂടി നന്നായിട്ടൊന്ന് ഗോൾഡൻ കളറാക്കുന്നവരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. നന്നായിട്ട് ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതൊക്കെ ചെയ്യാനുള്ള ഒരു ചട്ടി എടുക്കാം. അതിലേക്ക് ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ കുക്കിംഗ് ഓയിൽ, സൺഫ്ലവർ ഓയിലോ ഒഴിച്ചാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്, നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. എല്ലാ ഭാഗത്തേക്കും ഒന്ന് ചുറ്റിച്ചിട്ട് സൈഡിലേക്കൊക്കെ ഒന്ന് ചുറ്റിച്ച് റെഡിയാക്കുക. എന്നിട്ട് ഫ്ലെയിമൊക്കെ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഈ ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. പെട്ടെന്ന് അടി കരിയേണ്ട ബാറ്റർ ഒഴിക്കുമ്പോൾ. അതിനോട് ബാറ്ററിൻ്റെ പകുതിയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. പകുതി നമുക്ക് മിക്സിയിൽ തന്നെ നിർത്താം. നമുക്കിനി ഫില്ലിങ് ചെയ്തിട്ട് മേൽഭാഗത്ത് ഒഴിച്ചു കൊടുക്കാനുള്ളതാണ് പകുതി. നമുക്ക് എല്ലാ ഭാഗത്തേക്കൊന്നും ഇങ്ങനെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഫില്ലിങ്ങിനായിട്ട് നമ്മൾ നേരത്തെ വാട്ടി വെച്ചിരുന്നത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പഴവും തേങ്ങയും എല്ലാം കൂടി വേവിച്ച് വെച്ചില്ലേ, അത് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ബാറ്ററും കൂടി ഇതിൻ്റെ മുകളിലേക്ക് തന്നെ ഒന്നുകൂടി ഒഴിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് മുട്ട മധുരം പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചിക്കിയിട്ട് അതും കൂടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇത് എത്ര ലെയറായിട്ടാണെങ്കിലും ഇങ്ങനെ അങ്ങനെ ലെയറാക്കി വെക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് ഫുൾ ഒഴിച്ചിട്ടുണ്ട് ബാറ്റർ. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കശുവണ്ടിയും മുന്തിരിയും കൂടി നെയ്യിൽ തുമ്മിച്ചത് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ബാക്കി വന്ന പഴത്തിൻ്റെത് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മൂടി വെക്കാം. നല്ല ടേസ്റ്റാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതും കൂടിയാണ്. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമില്ലാത്ത ഒന്ന് 20 മിനിറ്റ് വേവിക്കാം. ഇപ്പോൾ ഇത് ഏകദേശം 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഒരു ഫോർക്ക് കൊണ്ടൊക്കെ കുത്തി നോക്കിയപ്പോൾ കുഴപ്പമില്ല, വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പോൾ ഇനി അടിഭാഗമല്ലേ വെന്തത്, ഇനി അതിൻ്റെ ഫ്രണ്ട് ഭാഗത്തൊന്ന് വേവിക്കാനായിട്ട് മറിച്ചിട്ടിട്ട് വേവിക്കും. പിന്നെ പാത്രത്തിൽ നെയ്യ് പുരട്ടാൻ മറക്കരുത്, വേവിക്കണം നേരത്തെ. 2 മിനിറ്റ് മാത്രം ഒന്ന് വേവിച്ചാൽ മതി. എന്നിട്ട് നമുക്കൊന്ന് ഇതൊന്ന് പ്ലേറ്റിലേക്ക് വിളമ്പാം. അടി കരിഞ്ഞു പോകാതെ നോക്കണേ. ഇത് നമ്മളെ പഴത്തിൻ്റെ ഫില്ലിങ് നിറഞ്ഞൊരു കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. പഴത്തിൻ്റെ ഫില്ലിങ് നിറഞ്ഞത് എല്ലാവർക്കും ഇഷ്ടപ്പെടും, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. വൈകുന്നേരത്തെ കടിയായിട്ടും രാവിലത്തെ കടിയായിട്ടും കഴിക്കാവുന്നതാണ്. നല്ല രസമാണ് കഴിക്കാനത്. പിന്നെ മറന്നുപോയി, ഏലക്കായൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ഏലക്കായും കൂടി ചേർക്കാവുന്നതാണ്.
നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം. ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും നല്ല മണം അടിച്ചിട്ട് എല്ലാവരും വന്നിട്ടുണ്ട് കഴിക്കാനായിട്ട് റെഡി ആയിട്ട്. ഇനി അവർക്കൊന്ന് കൊടുത്തു നോക്കാം. അപ്പോൾ ഞാൻ അതേ മുറിച്ചിട്ടുണ്ട്. ഇതേ ഉള്ളിലൊക്കെ നല്ല പഴത്തിൻ്റെ ഫില്ലിംഗ് ആയിട്ട് നല്ല രസമുണ്ട്, കാണാൻ തന്നെ നല്ല രസമുണ്ട് ഉള്ളിലത്തേക്കൊക്കെ. ഇനി ഇവർക്കൊക്കെ ഒന്ന് ടേസ്റ്റ് നോക്കാൻ വേണ്ടി കൊടുക്കാം. എല്ലാവരും മറക്കാതെ ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ അത് ഗാമർ അറിഞ്ഞിട്ടില്ല ഞാൻ വീഡിയോ എടുക്കണ വിവരം. അവനെ അറിയാത്തതുകൊണ്ട് അങ്ങനെ പതുക്കെ വീഡിയോ എടുത്ത് നോക്കിയതാണ്. അവനക്ക് നല്ല ഇഷ്ടമായിരിക്കണം. അവൻ ആ പ്ലേറ്റ് അടക്കം മേടിച്ച് വെച്ചിട്ട് കഴിക്കുന്നുണ്ട്. അവനിപ്പോൾ തോന്നിയിരിക്കണം അവനക്ക് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് എന്ന്. അവനിപ്പോൾ അറിഞ്ഞത്. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം.